മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പിൻ. നിങ്ങൾ നിന്റെ കൽപ്പന എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എന്റെ തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയുമരുത്. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. നിന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വയലുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കള്ളസാക്ഷികളും ക്രൂരത്വം എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. പറയസ് സങ്കീർത്തന ധ്യാനം നിർവഹിക്കുന്നത്. Hello, praise the Lord. Hallelujah. Thank you, Jesus. Yes. Yes. Praise the Lord. This Psalm 27, this is the Psalm. Actually, we can know that David has gone through a lot of troubles, dangers and everything. David വളരെ അപകടവും ഇത് ഡേഞ്ചറുമായിട്ടുള്ള ലൈഫായിരുന്നു. അപ്പം we don't know at which period of David's life this Psalm was written. So we can say that this Psalms can be divided into two parts. Actually, it can be, it is actually two Psalms and it can be stitched together. ആദ്യത്തെ 3 വേഴ്സ് നമ്മൾ കാണാൻ പറ്റും, അത് അബൌട്ട് സെലിബ്രേഷൻ ആണ്. അത് കഴിഞ്ഞ് 4 to 6 വേഴ്സ്, ദ നെക്സ്റ്റ് 3 വേഴ്സ് ഈസ് അബൌട്ട് കണ്ടംപ്ലേഷൻ. അത് കഴിഞ്ഞ് അടുത്ത സാംസ് എൻക്വയറി ആണ്. അങ്ങനെ പല പാർട്സ് ആയിട്ടാണ് ഇത് വായിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, ദാവീദ് പറയുന്നത്, ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ. മീൻസ് ബിക്കോസ് ഡേവിഡ് വാസ് ഇൻ എ പീരിയഡ് ഓഫ് ഡാർക്ക്നെസ്, because he was facing too much troubles. He was running away from Saul, and before king and after king also അന്ധകാരത്തിലുള്ള ലൈഫായിരുന്നു. അപ്പം ദാവീദ് പറയുന്നത്, യാവേ ഈസ് മൈ ലൈറ്റ്. യഹോവ ദൈവം എൻ്റെ വെളിച്ചമാണ്, അതുപോലെ എൻ്റെ റെസ്ക്യൂമാണ്, എന്നെ ഡേഞ്ചർ ഇൻ പ്രൊട്ടക്ട് സാൽവേഷനുമാണ്. ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ. ഹി ഓൾസോ റെസ്ക്യൂസ് മീ. ആൻഡ് whom shall I fear? The Lord is the stronghold of my life. Whom shall be afraid? അപ്പം പറയുന്നത്, നമ്മളിപ്പം ദാവീദ് എന്ന് പറഞ്ഞ നല്ല സ്ട്രെങ്ത് ഉള്ള ആളായിരുന്നു. ഫിസിക്കലി വെരി വെൽ ഓഫ്, മറ്റേ ഇതിലുമൊക്കെ സ്ട്രെങ്ത് ഉള്ള ആളായിട്ട് പറയുന്നത് യഹോവ എൻ്റെ സ്ട്രെങ്ത് ആയിരുന്നു. മീൻസ് എൻ്റെ ഹി വാസ് ഡിപ്പെൻഡ് ടോട്ടലി. ദാവീദിന്റെ യഹോവയുടെ മേലായിരുന്നു ശ്രദ്ധ വെച്ചിരുന്നത്. അതിലും ബലത്തിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ അതിൽ ആശ്രയിക്കും. നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് യഹോവയുടെ ബലത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതേ ഉള്ളു ശാശ്വതമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ യഹോവയുടെ ബലത്ത് നമ്മൾ കുറച്ച് നിന്നാലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിലാണ് ദാവീദ് പറയുന്നത്. ഇത് കാരണം ദാവീദിന് ഒരുപാട് ശത്രുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പറയുന്നത്, ഈവിൾ ഡോവേഴ്സ് അസൈൽ മീ ടു ഈറ്റ് മൈ ഫ്ലഷ്, മൈ അഡ്വേഴ്സറീസ് ആൻഡ് ഫോഴ്സ് ദേ ഓൾ സ്റ്റംബിൾ ആൻഡ് ഫോൾ. അപ്പോൾ ഇത് പറയുന്നത് ഒരുപാട് ഇത് ദാവീദിന്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുന്നത്, ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നവർക്കും അവർ വീഴുമെന്നാണ് പറയുന്നത്. അവർ എൻ്റെ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ, ദാവീദിന് ഗോലിയാത്തുമായിട്ട് യുദ്ധം നടത്തിയപ്പം ഗോലിയാത്ത് പറയുമ്പോൾ, ഞാൻ നിന്റെ ഫ്ലഷ് എടുത്ത് ബേർഡ്സിനും ബിയർസ് ഓഫ് ദ ഫീൽഡിനൊക്കെ എറിയുമെന്ന്. ആ ഒരു അനുഭവം വെച്ചായിരിക്കും ചിലപ്പോൾ ദാവീദ് ഇത് പറഞ്ഞത്. ഗോലിയാത്ത് വെല്ലുവിളിച്ചായിരുന്നു, നിന്റെ ഫ്ലഷ് ഞാൻ എടുത്ത്. അപ്പം പറയുന്നത്, ഈവൻ ദ എനിമി, ശത്രുക്കൾ എൻ്റെ ഫ്ലഷ് കൊണ്ടുപോയാലും ദൈവത്തിലായിരുന്നു, ദൈവം അറിയാതെ ഒന്നും അറിയത്തില്ലെന്ന്. ദൈവത്തിലായിരുന്നു പൂർണ്ണമായിട്ട് ദാവീദ് വിശ്വസിച്ചത്. ആ ഒരു വിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. കാരണം അത്രയൊക്കെ വെല്ലുവിളിച്ചിട്ടും ഗോലിയാത്ത് പറഞ്ഞ ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഇത് പറഞ്ഞത്. ഗോലിയാത്ത് പറഞ്ഞ്, നിന്റെ ഫ്ലഷ് ഞാനെടുത്ത് ബേർഡുകൾക്കും വൈൽഡ് ആനിമൽസിനൊക്കെ എറിയുമെന്ന്. അപ്പോൾ അതാ പറയുന്നത്, when evil doers assail me to eat my flesh, they shall stumble and fall. Though an army encamp against me, my heart shall not fear. Though war rise against me, yet I will be confident. ഏത് ഇതിലും യഹോവയിൽ ആശ്രയിച്ചാൽ ഒരാൾക്ക് യുദ്ധം വന്നാലും എന്ത് വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് വേറെ എവിടെയും നോക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ നിന്ന് എല്ലാ സഹായം നമ്മൾക്ക് എത്തും. അതൊരു പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു ദാവീദ് മുഖ്യകൊണ്ടിരുന്നത്. പിന്നെ പറയുന്നു, one thing I asked of the Lord, that I will seek after, that I will dwell in the house of the Lord all the days of my life, to gaze upon the beauty of the Lord and to inquire of his temple. അപ്പം പറയും,
ദാവീദിന്റെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കണം, ദൈവത്തിന്റെ മഹത്വം കാണണം. കാരണം അവിടെ ഇപ്പം നമ്മളിപ്പം ഇഫ് യു ഹാവ് ടു ഗോ ടു ദ ഗോഡ്സ് ടെമ്പിൾ, വാട്ട് വി ആർ സീക്കിംഗ്, എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അവിടെ പോയി നമ്മളിപ്പം ഒരുപാട് ഇത് ഗ്ലോറി, അവിടുത്തെ ഇത് 7 കാൻഡിൽസ് ലാമ്പ് സ്റ്റാൻഡ് ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് അതുപോലെ ഹോളി ഓഫ് ഹോളീസ്, അങ്ങനെയൊക്കെ നമ്മൾക്കിപ്പം ഒരു വിചാരമേ ഉള്ളൂ, ഒരു സങ്കല്പമേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ നമ്മൾ നേരിട്ട് കാണും, ദൈവത്തിനെ ദർശിക്കുക. We are seeing the face of the Lord and we are seeing all the architects and the glory and the treasures എല്ലാം നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു വേറെ റിച്ചസ്, ഇതെല്ലാം നമ്മൾക്ക് ഈ ഭൂമിയിൽ നമ്മൾക്ക് വി കനോട്ട് ഈവൻ തിങ്ക് ഓഫ് ദാറ്റ്. നമ്മുടെ ഇമാജിനേഷനത്തിന് അപ്പുറമാണ് നമ്മൾക്ക് അവിടെ എത്തുമ്പം. മോർ ദാൻ ദാറ്റ് നമ്മൾ ദൈവത്തിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഏഞ്ചൽസ് ആർ ബിഹോൾഡിംഗ് ദ ഫേസ് ഓഫ് ഗോഡ്. അപ്പം അതും പിന്നെ ഹോളി ഓഫ് ഹോളീസ് അവിടെ പല നമ്മൾക്ക് കാണാനാണ്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെയുള്ള കവനന്റില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഹോളി ഓഫ് ഹോളീസിലൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കവനന്റിൽ വി ക്യാൻ എൻ്റർ ദ ഹോളി ഓഫ് ഹോളീസ് ആൻഡ് വി ക്യാൻ സീ ഗോഡ് ഫേസ് ടു ഫേസ്. അങ്ങനെ ഒരു പുതിയ നിയമത്തിലെ കൽപ്പനയനുസരിച്ച് പോലും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആ ഒരു ദർശനം, ഇത് ദൈവത്തെ കാണണം, ദൈവത്തെ അന്വേഷിക്കണം, അങ്ങനെയുള്ള ഒരു ദർശനം നഷ്ടപ്പെട്ടു പോയിരിക്കുക. കാരണം ഈ ലോകത്തിന്റെ മോഹത്തിൽ അവരായിരിക്കുവാണ്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിന്റെ മോഹം കാണണം എന്നുള്ള വിചാരം ഉള്ള ആൾക്കാർ കുറവാണ്. അത് ദൈവത്തെ പറ്റി കൂടുതൽ അറിയുന്നവർക്കേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. മീൻസ് അതുപോലെ പിന്നെ പറയുന്നത് For he will hide me in his shelter. In the day of trouble, he will conceal me under the cover of his tent. He will lift me up upon a rock. ദൈവം നമ്മളെ കാരണം പറയുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ഒരു ടെന്റിൽ നമ്മൾ മിഡിൽ ഈസ്റ്റേൺ കൾച്ചറിൽ പണ്ടത്തെ കാലത്തിലൊക്കെ ഏബ്രാമിന്റെ കാലത്തിലൊക്കെ ഒരു ടെന്റിൽ നമ്മൾ മിഡിൽ ഈസ്റ്റ് ഒരു അറബിന്റെ വല്ല ടെന്റിൽ പ്രവേശിച്ചാൽ അവിടെ നമ്മൾക്ക് നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, അവിടെ ഭക്ഷണവും എല്ലാം കിട്ടും. അതുപോലെ നമ്മളെ അകത്ത് ആ ടെന്റിന്റെ അകത്ത് കയറ്റുന്നവർ നമ്മളെ പ്രൊട്ടക്റ്റും ചെയ്യും. അപ്പം ആ ഒരു പ്രൊട്ടക്ഷനാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ we find shelter under provisions, the supply, everything will be taken care of by God, but we have to enter under the shelter of his wings and he shall cover you with his feathers. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷനാണ് ദൈവം നമ്മൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. That if you come to me, I will supply all your needs. Also I will give you protection from your enemies. അങ്ങനെ പറയുന്നത് നമ്മളെ ഒരു പാറമേൽ നിർത്തുമെന്ന്. എൻ്റെ ഫാദർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ബിൽഡ് യുവർ ലൈഫ് ഓൺ ദ റോക്ക് ആൻഡ് ദാറ്റ് റോക്ക് ഈസ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ഒരു പാറമേലിലാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് കനോട്ട് ബി ദാറ്റ് പാറ ജീസസ് ദൈവം തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ഈ ലൈഫിൽ കിട്ടാനില്ല. He is so faithful. And now my head shall be lifted up above all my enemies around me. And I will offer in his tent sacrifice and so ഞാൻ യാഗം കഴിപ്പിക്കും. അവിടെ ദൈവത്തിന് സങ്കീർത്തനം പാടും. I will always sing and be joyful. Rejoice in the Lord. You prepare a table for me in the presence of my enemies. അതൊക്കെ പറയുന്നു. ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾക്ക് മേശ ഒരുക്കുന്ന ദൈവമാണ്. നമ്മുടെ തലയെപ്പോഴും ഉയർത്തി നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു അഭിഷേകത്തിൽ നിന്ന് നമ്മളെ ഒരിക്കലും ആ ഒരു സെക്യൂരിറ്റിയാണ്. ദാവീദിന് അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ്. പറയുന്നത്, Lord, when I cry aloud, be gracious to me and answer me. Yet to you, your face, O Lord, do I seek. Hide not your face from me. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറയാൻ പറ്റും. ഈ ദാവീദിന് നേരത്തെയുള്ള അനുഭവത്തിൽ നിന്നാണ് ദാവീദ് ഇത് പറയുന്നത്. How God has rescued Lord, that the Lord who has rescued me in the past. അപ്പോൾ അനുഭവം ഉണ്ടായിരുന്നു. ദൈവം ഞാൻ പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരയുമ്പോൾ ദൈവത്തിന്റെ ഇതിന്ന് പറയുന്നത്, എന്നെ ദൈവം ഇന്നും കൈവിടത്തില്ല, ഇന്നും എന്നെ രക്ഷപ്പെടുത്തും, നാളെ ഫ്യൂച്ചറിലും എന്നെ ദൈവം യു വിൽ ടേക്ക് കെയർ ഓഫ് മീ. കാരണം ആ നിലവിളിച്ച് കരയുമ്പോൾ ദാവീദിന് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ നിലവിളിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരെ മറികടക്കാത്ത ദൈവമാണ്. നമ്മുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ദാവീദ് പറയുന്നത് ഇത്. പിന്നെ പറയുന്നത്, Cast me not, forsake me not, O God of my salvation. രക്ഷയുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എന്നെ തള്ളിക്കളയല്ലേ, എന്നെ He will never leave you nor forsake you. ആ ഒരു വാഗ്ദത്വമാണ്. എല്ലാം നമ്മൾക്കെല്ലാം ഉള്ളതാണ് ആ ഒരു വാഗ്ദത്വം. അതിൻ്റെ ഒരു ഇതിലാണ് പറയുന്നത്. നമ്മളെ ഒരിക്കലും ദൈവം ഒരു മൂവ്മെന്റ് ചിലപ്പോൾ നമ്മളെ കോപിക്കുമായിരിക്കും, എന്നാലും പിന്നെ സ്നേഹത്തോട് നമ്മളെ മാറി ചേർക്കും. അങ്ങനത്തെ ആ സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന് നമ്മളെ ആർക്കും മാറ്റി നിർത്താൻ പറ്റത്തില്ല. Nothing shall separate us from the love of God. That is his love. For a moment he may forsake us, but with great compassion he will gather us back. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്വം. Teach me your way, O Lord, and lead me on a level path because of my enemies. ദൈവത്തിന്റെ കൽപ്പന എന്നെ പഠിപ്പിക്കണമെന്ന് പറയുന്നു. അതുപോലെ എന്നെ ട്രബിൾ ഫ്രീ ലൈഫിന് വേണ്ടിയല്ല ദാവീദ് പ്രാർത്ഥിച്ച്,
എന്നെ ഒരു ഈവൻ ഗ്രൗണ്ടിൽ നിർത്താൻ, വേർ ഐ ഹാവ് സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ദ ലോഡ്. ഒരു ട്രബിൾ ഫ്രീ ലൈഫിന് വേണ്ടിയല്ല ദാവീദ് പ്രാർത്ഥിച്ചത്, പക്ഷെ ഒരു ഈവൻ ഗ്രൗണ്ടിൽ നിർത്താൻ വേണ്ടി. വേർ ദർ വിൽ ബി സ്റ്റെബിലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ, ദാറ്റ് യു വിൽ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ എനിമീസ് ആൻഡ് ഹാവ് ദ സെക്യൂരിറ്റി ഫ്രം ദ ഗോഡ്. പിന്നെ പറയുന്നത് ടീച്ച് മീ യുവർ വേ ആൻഡ് ഫോർ ഫോൾസ്. പിന്നെ അതിനു മുമ്പേ ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഫോർ മൈ ഫാദർ ആൻഡ് മദർ ഹാവ് ഫോർസേക്കൺ മീ ബട്ട് ദ ലോർഡ് വിൽ ടേക്ക് മീ ഇൻ. ഇതിൽ പറയുന്നത് ഒരു ഫാദർ ആൻഡ് മദറേയും നമ്മൾക്ക് കിട്ടാനുള്ള എന്തുവാ, അക്സെപ്റ്റൻസ് കിട്ടും. ദെൻ ഫാദറും മദറും നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. അതുപോലെ ഗൈഡൻസ് കിട്ടും. ഇത് ചെയ്യല്ലേ അത് ചെയ്യല്ലേ, പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് നാലും പറയുന്നത് എൻ്റെ ചിലപ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ അനേക ആൾക്കാരുണ്ട് ഇതൊന്നും കിട്ടാത്തവര്. അനേകർക്ക് പേരൻസ് അവരെ ഉപേക്ഷിക്കുന്നവരുമുണ്ട്. നമ്മൾക്കൊക്കെ നല്ല ഭാഗ്യമായിരുന്നു, നമ്മുടെ പേരൻസൊക്കെ നമ്മളെ നല്ലതായിട്ട് നോക്കി. പക്ഷേ ഒരു പേരൻസിൽ നിന്ന് കിട്ടാനുള്ളത് അക്സെപ്റ്റൻസ്, നമ്മുടെ കേൾക്കുക, പിന്നെ ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ, സംരക്ഷണം, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടും. ഇപ്പം ഈ പേരൻസ് ഒന്നും ഇല്ലാത്തവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം നിന്റെ വാഗ്ദത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ തള്ളി കളഞ്ഞാലും നീ എന്നെ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ ദൈവത്തെ ഇതൊരു പ്രോമിസ് ഓർപ്പിച്ചാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അക്സെപ്റ്റൻസ്, ബീയിങ് ഹേർഡ്, ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ എല്ലാം ഒരു ഫാദർ മദറിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഈ ഒരു അനുഭവങ്ങൾ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടും. എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ട എൻ്റെ അമ്മയോട് പറയുമായിരുന്നു, എനിക്ക് ആരും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഇപ്പം നമ്മൾക്കിവിടെ സ്വന്തമായിട്ട് ഇപ്പം പേരൻസ് ഒക്കെ നമ്മുടെ നാട്ടിലാണ്, അവരൊക്കെ പറയുന്നത് ഇപ്പം നമ്മളോട് അങ്ങനെ, എനിക്ക് ആരുമില്ലല്ലോ, അമ്മ പറയാം എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. അപ്പം ആരും ഇല്ലാത്തവർക്ക് ദൈവമുണ്ട്. അതൊരു വാഗ്ദത്വമാണ്. ഫാദർ ആൻഡ് മദർ പോലെ ഏറ്റവും മേളിലുള്ള ആൾക്കാരാണ്. അവർ നമ്മളെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഉപയോഗിക്കത്തില്ല. അതുപോലെ ഫാദർ ആൻഡ് മദറിൽ നിന്ന് കിട്ടുന്ന എല്ലാ അനുഭവങ്ങളും നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടും. നമ്മൾ പക്ഷെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തോട് പ്രാർത്ഥനയിൽ പറയണം, ദൈവം നിന്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കത് തരണമേ, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അത് കിട്ടും. നമ്മൾക്ക് പേരൻസിൽ നിന്ന് കിട്ടേണ്ട എല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടും. ബിക്കോസ് ഈസ് ദ വൺ ഹു ക്രിയേറ്റഡ് അസ്. അതാണ് പറയുന്നത്. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ടീച്ച് മീ, ഓ ലോർഡ്, യുവർ വേ ആൻഡ് ലീഡ് മീ ഓൺ എ ലെവൽ പാത്ത് ബിക്കോസ് ഓഫ് മൈ എനിമീസ് ആൻഡ് ഗീവ് മീ നോട്ട് ടു ദ വിൽ ഓഫ് മൈ അഡ്വേഴ്സറീസ് ഫോർ ഫാൾസ് വിറ്റ്നസ് ഹാവ് റൈസ്ഡ് അഗൈൻസ്റ്റ് മീ ആൻഡ് ദേ ബ്രീത്ത് ഔട്ട് വയലൻസ്. ഈ കള്ളസാക്ഷികൾ ദാവീദിന്റെ ഇതിൽ ഉണ്ടാക്കിയിരുന്നു. കാരണം ദാവീദിനെ പറ്റി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കള്ളസാക്ഷികൾ ശത്രുക്ക് വിട്ടിട്ട് ദാവീദിനെ കുരുക്കാൻ നോക്കി. അതിൽ നിന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്നെ ഇവിടെ നിന്നൊക്കെ വെടിവെക്കണം. അപ്പം I believe that I shall look upon the goodness of the Lord in the land of the living. ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണാൻ പറ്റണമെന്ന്. ഇപ്പൊ ഈ ഭൂമിയുടെ അടിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. നമ്മൾ ഈ ഭൂമി നടക്കുമ്പോൾ ഇതിന്റെ അടിയിൽ ജീവിച്ചിരിക്കുന്നവരെക്കാളും കൂടുതൽ ആൾക്കാർ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പം നമ്മളെ ജീവനുള്ള ദേശത്ത് ആസ്കരിക്കുക. ഇനി നമ്മൾ ഒരു വേറെ ഹെവൻ, അവിടെ ഒരു ജീവനുള്ള ഇത് നമ്മൾ ദാവീദ് അതായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്, അവിടുത്തെ നന്മ എനിക്ക് ഇവിടെ കിട്ടണമെന്ന്. ഹെവൻ ഓൺ എർത്ത് എക്സ്പീരിയൻസ്, അതിനുവേണ്ടി ദാവീദ് പ്രാർത്ഥിച്ചു. സെയിം ഇവിടെ ഹെവന് കിട്ടുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എനിക്ക് ആ ഗുഡ്നസ്, നന്മ, ദൈവത്തോടെ നന്മ എനിക്ക് അനുഭവിക്കാൻ പറ്റണമെന്ന്. അപ്പോൾ അതുപോലെ വെയിറ്റ് ഫോർ ദ ലോർഡ്, ബി സ്ട്രോങ് ആൻഡ് ലെറ്റ് യുവർ ഹാർട്ട് ടേക്ക് കറേജ്, വെയിറ്റ് ഫോർ ദ ലോർഡ്. എന്നിട്ട് പറയുക, നമ്മുടെ ഹൃദയം കലങ്ങി പോവാതെ നമ്മൾ യഹോവയിൽ ആശ്രയിച്ച് നമ്മൾ ദൈവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങ തൂങ്ങി വെയിറ്റ് ചെയ്യുവല്ല, പാഷനേറ്റ്ലി, വിത്ത് സെർവിങ്, വിത്ത് പ്രേയർ, അതുപോലെ വിത്ത് ഹ്യൂമിലിറ്റി. അങ്ങനെ നമ്മൾ ഇത് ഒരുക്കത്തോടെ നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലാതെ ഉറക്കം തൂങ്ങി ഇത് വെയിറ്റ് ചെയ്യാനല്ല പറയുന്നത്. വെയിറ്റ് അറ്റ് ഹിസ് ഡോർ വിത്ത് പ്രേയർ, വിത്ത് ഹിസ് ഫുഡ് വിത്ത് ഹ്യൂമിലിറ്റി, ടേബിൾ വിത്ത് സർവീസ് ആൻഡ് വിൻഡോ വിത്ത് എക്സ്പെക്ടൻസി. അപ്പോൾ നമ്മൾ ഈ വളരെ ഇത് പാസീവായിട്ടല്ല, ആക്റ്റീവായിട്ട് ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി ഫോക്കസ്ഡ് ഓൺ ജീസസ്, നമ്മൾ അതുപോലെ വെയിറ്റ് ചെയ്യുക. ഇത് കാരണം നമ്മൾ ദൈവം അങ്ങനെ തോന്നിക്കണം, നമ്മൾ ഏത് സമയത്തും ദൈവം വന്നാലും നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്നവരുടെ പോലെ, അല്ലാതെ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, അങ്ങനെ പറയുന്നത്. അതുപോലെ നമ്മൾ ആ സമയത്ത് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. അതുപോലെ ഇത് നമ്മളോട് ഓർക്കണം, ഇത് നമ്മൾ ജീസസിനെ പറ്റി ഇതിന് പറയുന്നത്, ജീസസ് ലൈറ്റ് ആൻഡ് സാൽവേഷൻ ആണ്. അതുപോലെ ജീസസിനെ പറ്റി കള്ളസാക്ഷികൾ ഉണ്ടായിരുന്നു. അതുപോലെ ജീസസ് പ്രാർത്ഥിച്ചവരും ദൈവം കേട്ടു. ജീസസ് പ്രാർത്ഥിച്ചപ്പോൾ ഡിസൈബിൾസിന് വേണ്ടി തെരഞ്ഞെടുക്കാൻ വേണ്ടി ജീസസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുപോലെ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ജീസസ് പ്രാർത്ഥിച്ചു. കുരിശിൽ കിടക്കാൻ നേരം ഗാർഡൻ ഓഫ് ഗെത്സമനയിൽ അവിടെയൊക്കെ ജീസസ് പ്രാർത്ഥിച്ചപ്പം ദൈവം കേട്ടു. അതുപോലെ ജീസസിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണെങ്കിൽ ജീസസ് നമ്മൾക്ക് വേണ്ടി എപ്പോഴും ഇന്റർസെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന ജീസസ്. അപ്പം നമ്മൾ ജീസസിനോട് പ്രാർത്ഥിക്കുമ്പം ജീസസ് ഫാദറിനോട് പറഞ്ഞ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് ഇരിക്കുന്ന ജീസസ് നമ്മുടെ പ്രാർത്ഥനയും കേൾക്കും. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകാം. ട്രബിൾ ഫ്രീ ലൈഫ് അല്ല, പക്ഷേ മോർ ദാൻ കോൺക്രേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്.
അതുപോലെ നമ്മുടെ ജീവിതം ജയാളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിലെ തലകളെ വണക്കാം, ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഹോളിലെ കുറച്ചാളുകളുണ്ട്. എന്നാൽ ഏതാണ്ട് 21 ഡിവൈസ് അവരവരുടെ ഭവനങ്ങളിൽ ആയിരിക്കുന്നു. ആരും നിർനിമേഷരായിട്ടിരിക്കാതെ എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഓരോന്ന് ഓർപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിലാവുന്നു നാം എന്നുള്ള ഓർമ്മയോടെ, ഭയത്തോടെ ഓരോ വിഷയങ്ങളും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഇന്നൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ പ്രത്യേകമായ വ്യക്തിപരമായ കാര്യങ്ങളോടൊപ്പം ദൈവത്തിന് സ്തോത്രം പാടുവാൻ, നന്ദി പറയുവാൻ ആണ് ഒരു ദിവസം കൂടെ ജീവനുള്ളവരുടെ ദേശത്ത് നമുക്ക് ദാനമായി തന്നു. ആ ഓർമ്മ നമ്മെ ഭരിക്കട്ടെ, ആ ഭയം നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രത്തോടെ ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ മധ്യത്തിൽ നാം ആയിരിക്കാം. എപ്പോഴും ഓർക്കേണ്ട വിഷയമാണ് കർത്താവ് നടത്തിയ വിധങ്ങൾ. ഇന്നത്തെ നമ്മുടെ കൂടിവരവിനായി ഇതിൽ സംബന്ധിക്കുന്നവരെ ഓരോരുത്തർക്കായി ഓരോ ശുശ്രൂഷകളും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, പ്രാരംഭ പ്രാർത്ഥന, സങ്കീർത്തനം, ഗാന ശുശ്രൂഷ ചെയ്ത സഹോദരങ്ങൾ, തുടർന്ന് നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന, അതുപോലെ ദൈവവചന ശുശ്രൂഷ, നമ്മുടെ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ഭംഗിയായും ഉചിതമായും ദൈവഹിതപ്രകാരവും നടക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന ദാസനെ ദൈവകരങ്ങളിൽ നമുക്ക് ഓർക്കാം. നമ്മൾ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊന്ന് ചുറ്റുപാടുകളിലേക്ക് എല്ലാം മറന്ന് നാം ആരാധിക്കാനായി പോവുകയാണ്. ഓ ഉയർത്തെഴുന്നേറ്റവൻ, നമ്മോട് ചേർന്ന് നടക്കുന്നവൻ, നമ്മുടെ ഭാരങ്ങളുടെ നടുവില്, നമ്മുടെ വേദനകളുടെ മധ്യത്തില് നമ്മളെ കരുതുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം നാം ഹല്ലേലൂയ എവിടെ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്നു അവിടേക്ക് കടന്നു വരുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. 27-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, പ്രഗത്ഭനായ ഹല്ലേലൂയ രാജാക്കന്മാരിൽ രാജാവായിരുന്ന ഹല്ലേലൂയ ദാവീദിന്റെ സങ്കീർത്തനത്തിലെ ഹല്ലേലൂയ ഒന്നാമത് ഇങ്ങനാ പറഞ്ഞത്: യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ യഹോവയിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾക്ക് ഹല്ലേലൂയ ഒരു രക്ഷ കാൽവരിയിൽ ഉദിച്ചു. ഹല്ലേലൂയ. തന്റെ അവസാന തുള്ളി രക്തം വരെ നമ്മെ വീണ്ടെടുത്ത രക്ഷിതാവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം ആഗ്രഹിക്കുന്ന എന്റെ പ്രിയമുള്ള ദൈവജനമേ, ഹല്ലേലൂയ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ. അല്പനേരം ഈ കർത്താവിനെ ഉയർത്തവൻ എഴുന്നേറ്റവനെ നാം ആരാധിക്കാനായി പോകുകയാണ്. പാട്ടുകാരൻ ഇങ്ങനെയാ പറയുന്നത്: ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഓ ജീവന്റെ ഉറവിടമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കാരണം ഹല്ലേലൂയ നീ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നീ ഈ ലോകത്തിന്റെ സത്യമാണ്. ഹല്ലേലൂയ. നീ മരണത്തെ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങേ ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആ കാൽവരിയിലേക്ക് ഒന്ന് നോക്കിയാൽ നമ്മുടെ ഭാരം എന്തുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ആ കാൽവരിയിലേക്കൊന്ന് കടന്നു വന്നാട്ട്, ആ കുരിശിന്റെ ചുവട്ടിലേക്കൊന്ന് കടന്നു വന്നാട്ട് നിന്നെ ഇന്ന് മാറോട് ചേർക്കുവാൻ, നിന്റെ വേദനകളുടെ മധ്യത്തില്, നിന്റെ
നിന്റെ ഭാരങ്ങളുടെ നടുവില് ഹല്ലേലൂയ നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു ദൈവം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. എന്നോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ ആ ഉയർത്തെഴുന്നേറ്റവനെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ഒരുമിച്ച് പാടാം. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഓ ഈ പാതാളത്തെ തകർത്തവനെ, ഞങ്ങൾക്ക് ജീവൻ തന്നവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഈ ലോകത്തെ ശപിച്ചവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. പാടാം. മരണത്തെ ജയിച്ചവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
എന്റെ പാപത്തെ നീക്കിയവനെ. ഞങ്ങൾ നിന്നെ ആരാധിക്കാം. ഒരു ഗാനം കൂടി നമുക്ക് ഒരുമിച്ച് പാടാം. അങ്ങനെയെങ്കിൽ ആരാധിക്കുന്നെങ്കിൽ ഓ ഹല്ലേലൂയ. നമ്മുടെ പാപത്തെ നീക്കുവാൻ, ഭാരത്തെ മാറ്റുവാൻ കാൽവരിയിൽ യാഗമായി തീർന്ന് നമ്മുടെ വീണ്ടെടുത്തൊരു രക്ഷകനുണ്ട്. ആ രക്ഷകനിൽ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാടാം. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമാക്കിയ എന്റെ രോഗങ്ങളെ ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവിനെ മഹത്വപ്പെടുത്തെങ്കിൽ ഏത് ഭാരമായി കൊള്ളട്ടെ, ഇന്നവൻ വിടുതൽ നൽകുന്ന ദൈവമാണ്. ആരാധനയിൽ വിടുതൽ നൽകാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അതിന്റെ കരങ്ങൾ അടിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്റെ ഭാരങ്ങൾ നീങ്ങിപ്പോയി, എന്റെ ശാപങ്ങൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫിസിക്കൽ പ്രസൻസും പിന്നെന്താണ് വെർച്വൽ പ്രസൻസുമായിട്ട് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഡിവൈസുകളിലായിട്ട് 21 ഡിവൈസുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഹോളിൽ എത്ര പേരുണ്ടെന്നുള്ളത് പാട്ടുകാരെ മാത്രമേ ഇപ്പോഴേ കാണത്തുള്ളൂ. എത്ര പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇടയ്ക്ക് കുറച്ച് ആഴ്ച നമുക്ക് ഹോള്
കിട്ടാതിരുന്നപ്പോൾ ഏറ്റവും അതിനകത്ത് പ്രയാസം ഉണ്ടായത് ഈ മനോഹരമായ കൊയറ് ഒരുമിച്ചൊന്ന് പാടുവാനുള്ള സാഹചര്യം മുടങ്ങി. എന്നാൽ അത് വീണ്ടും ദൈവം ഒരുക്കി. മാത്രമല്ല, വർഷങ്ങളായിട്ട് പാടുന്നതായ പ്രിയ മക്കളെ ദൈവം അതിൽ തുടർച്ചയായി നിൽക്കുവാൻ ദൈവം സഹായിച്ചിരിക്കുന്ന എത്ര സന്തോഷമാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ ആരാധിക്കുന്നവരുടെ കൂട്ടത്തെയൊക്കെ ദൈവം നിലനിർത്തുന്നു. അനേകർ കൊറോണ വന്നും ഒത്തിരി പ്രയാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ എവിടെ ആരാധിക്കുന്നവരുണ്ടോ അവർ ഒരുത്തർക്കും ഒരു പ്രയാസം വരാതെ നടത്തുന്ന നമുക്ക് എല്ലായിടത്തും കാണും. അതുപോലെ ദൈവസന്നിധി കൂടി വരുന്ന ദൈവമക്കളെ ദൈവം കാക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് ഇത്ര വർഷം ദൈവം നമ്മെ നിലനിർത്തി ഓർത്ത് സ്തോത്രം ചെയ്യാം. അബ്ദാബിയുടെ പ്രദേശത്തുള്ള ഞങ്ങൾക്ക് പലർക്കും ഇതിൽ സംബന്ധിപ്പാൻ ഇപ്പോഴും അബ്ദാബിൽ നിന്നുള്ള പ്രിയ മക്കളൊക്കെ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ. ബാക്കിയുള്ളവരൊക്കെ കഴിവുള്ളവരൊക്കെ വീഡിയോ ഓപ്പൺ ചെയ്യാൻ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് ഓൺ ചെയ്യുന്ന നല്ലതാ. പരസ്പരം കാണുന്നതിൽ ഒരു പ്രയാസമില്ല. നിങ്ങളെ കാണുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രയാസമില്ല. അതുകൊണ്ട് അങ്ങനെ ആരും കരുതണ്ട. ദയവായിട്ട് ഈ തോമസ് ബ്രദർ ചിരിക്കുമ്പോൾ ആ ചിരി കാണാൻ വലിയ സന്തോഷമാണ്. കഴിഞ്ഞ മീറ്റിങ്ങിൽ വന്നേച്ച് അദ്ദേഹം പിന്നെ ഇടയ്ക്ക് വെച്ചങ്ങ് പോയെന്ന് തോന്നുന്നു. അപ്പം ഞാനൊന്ന് വിളിച്ച് ഒരു പരാതി പറയാനിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമക്കൾ ഒരുമിച്ച് കാണുന്നത് എത്ര സന്തോഷമാണ്. കാണാതിരിക്കുന്ന നമുക്ക് വലിയ വിഷമമാണ്. സത്യത്തിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ വെച്ച് സൂമിൽ കൂടെ ആണെങ്കിൽ ഇപ്പം ബേബിക്കുട്ടി ബ്രദറിനെ കാണുന്നത് ദുബായിലിരിക്കുന്നവർക്ക് വലിയ സന്തോഷമല്ലേ. പ്രിയദാസൻ ലോകത്തിന്റെ ഒക്കെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ലീഡ് ചെയ്യും, നല്ല ആരോഗ്യവാനായിട്ട് ദൈവത്തിന് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന എത്ര സന്തോഷമാണ്. ദൈവം നമ്മുടെ ആയുസിനെ ആരോഗ്യത്തെയൊക്കെ നീട്ടിത്തരുന്നവനാണ്. ഇടയ്ക്കൊക്കെ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നാലും രോഗശാന്തി മക്കളുടെ അവകാശമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവം എല്ലാവർക്കും നല്ലവനാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിൽ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുന്ന ദൈവം. അതുകൊണ്ട് വിടുതൽ നമ്മെ അറിയിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ അയക്കുന്നത്. അനേകർ ഒറ്റ വീഴ്ചയ്ക്ക് പട്ടുപോകുമ്പോൾ ദൈവം എത്രയോ വീഴ്ചകൾ നമ്മളെ വിടുവിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും ദൈവം സ്നേഹിക്കുന്നവരെ രോഗത്തിൽ കൂടെ പ്രയാസം കൂടെ നടത്തുകയും ചെയ്യും. ലാസർ ദീനമായി കടന്നറിഞ്ഞപ്പം കർത്താവ് വീണ്ടും 3 ദിവസം അവിടെ പാർത്തു. 4 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളണം, ഈ ദീനൻ മരണത്തിനായിട്ടല്ല എന്ന് പറഞ്ഞേച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാകുമെന്ന് പറഞ്ഞേച്ചാണ് ഒടുവിൽ മരിച്ചു കഴിഞ്ഞിട്ട് ഉയർപ്പിച്ചത്. അതുകൊണ്ട് ദൈവം എത്ര വലിയവനാണ്, അവന്റെ സ്നേഹം എത്ര വലുതാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിനെ കടന്നു വരുവാൻ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ, അതുപോലെ തന്നെ സങ്കീർത്തന ധ്യാനം ഒക്കെയും നമ്മൾ കേട്ടു. ലാസ്റ്റിൽ ഇപ്പോൾ പാടിയതായ ഗാനങ്ങൾ എത്ര മനോഹരമായിരുന്നു. എല്ലാം ഉയർത്തെഴുന്നേറ്റവരെ നമ്മൾ സ്തുതിച്ചു. അതുപോലെ ഹല്ലേലൂയ നാം പാടിടും. ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ആരാധനയെങ്കിൽ വിടുതലുണ്ട്. ആരാധനയിൽ അത്ഭുതം നടക്കും. എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുവാൻ മറക്കരുത്. ഒന്നുമല്ലേ ഒരു പാട്ടെങ്കിലും എടുത്ത് ഒരുമിച്ച് പാടണം കുടുംബത്തിലുള്ളവർ. ആരാധനയ്ക്ക് വലിയ ശക്തിയുണ്ട്. സ്വർഗത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ആരാധന. ആരാധനയുടെ മധ്യത്തിൽ വലിയ വിടുതലുണ്ട്. ദൂതന്മാർ ആരാധിക്കുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത് വലിയ ഒരുപാട് തെളിവുകൾ വചനത്തിലുണ്ട്. അനേകരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മെ ആരാധിക്കുന്നവരായി കൂട്ടിക്കൊണ്ടുവന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് സംസാരിക്കുന്നവനാണ്. അതുപോലെ വിവിധ വിഷയങ്ങൾ ദൈവസന്നിധി മധ്യസ്ഥ പ്രാർത്ഥന വെച്ചല്ലോ. അനവധി വിഷയങ്ങൾ, സമകാലികമായ വിഷയങ്ങൾ, ലോകത്തിൽ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ, ലാസ്റ്റിൽ ബർത്ത്ഡേയും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധി വിഷയം വെച്ചു. തുടർന്ന് നമ്മളെ തന്നെ ഇപ്പോൾ ദൈവസന്നിധി സമർപ്പിക്കാം. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന്റെ വചനം നമുക്ക് തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുവാനായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയെ ഈ ആഴ്ച മാത്രമല്ല ഓരോ ആഴ്ചകളിലും ദൈവം ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ വചനത്തിൽ കൂടെ നമ്മൾ കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനത്തിൽ കൂടെ ദൈവം നമ്മോട് ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധയോടെ ആയിരിക്കാം. ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ ദൈവസന്നിധി വിഷയം വെക്കണം. കർത്താവ് എന്നോട് ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ദൈവസന്നിധി വെക്കുന്ന വിഷയങ്ങളൊക്കെയും കർത്താവ് കേട്ട് മറുപടി തരും. അസാധ്യമായ വിഷയങ്ങളെ ദൈവം സാധ്യമാക്കി തീർക്കും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിന് അസാധ്യമല്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് രോഗികളായിട്ടുള്ളവർ, മറ്റു വിഷയങ്ങളുള്ളവർ, നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്തവർ, കുഞ്ഞുങ്ങളുടെ വിഷയം, സാമ്പത്തിക വിഷയം, ശാരീരിക വിഷയം, കുടുംബത്തിലെ വിഷയം, പ്രിയപ്പെട്ടവരുടെ വിഷയം, മാതാപിതാക്കളുടെ ഒക്കെ വിഷയങ്ങൾ, ജോലി സ്ഥലത്തുള്ള പ്രയാസങ്ങൾ, ജോലി ഇല്ലാത്ത അവസ്ഥ, ജോലി നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടഭാരങ്ങൾ, രോഗങ്ങൾ എല്ലാം ദൈവത്തിന് ഒരു നിമിഷം വയ്ക്കാം. അവരവരുടെ വിഷയങ്ങൾ വയ്ക്കാം.
ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ഈ കൂടിവരെ തന്നുകൊണ്ട് സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓൺലൈനായിട്ടും ഫിസിക്കലായിട്ടും കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അതുപോലെ ഈ മീറ്റിംഗ് ഒക്കെ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ അതും കേട്ട് അനേകർ വിടുതൽ പ്രാപിപ്പാനിടയാക്കണം. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളെ സ്പർശിക്കുമാറാകണമേ. അവിടുന്ന് തൊട്ടാൽ അവിടുന്ന് തൊട്ടവരും അങ്ങയെ തൊട്ടവരും എല്ലാ സൗഖ്യം പ്രാപിച്ചില്ല. അവിടുത്തെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുന്നു, അങ്ങയെ തൊടുന്നു. കർത്താവെ, അവിടുന്ന് വിടുതലയക്കണമേ. ഇത് സംബന്ധിക്കുന്ന സകലരെയും ഹോളിലായിരിക്കുന്ന ഓരോരുത്തരെയും ഈ നിമിഷം അവിടുന്ന് സ്പർശിക്കണം. ജസ്റ്റ് നൗ ലെറ്റ് ദം ബി ടച്ച്ഡ്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഒരു അത്ഭുതം അവിടെ ചെയ്തു കൊടുക്കണം. ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന സകലർക്കും ഒരു അത്ഭുതം ചെയ്യണം കർത്താവെ. സൂം മീറ്റിങ്ങിലൂടെ സംബന്ധിക്കുന്നവർക്ക് ഒരത്ഭുതമെങ്കിലും അവിടുന്ന് ചെയ്യുമാറാകണം. ഇനി കേൾക്കുവാനുള്ളവർക്ക് അത്ഭുതം അവിടുന്ന് അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അത്യന്തപരമാകുന്ന ശക്തി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഇലക്ട്രിസിറ്റി വ്യാപരിക്കുന്ന പോലെ നിന്റെ മക്കളുടെ ശരീരാത്മതകളിൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുമാറാകണം. നിന്റെ മക്കളെ അനുഗ്രഹിക്കണം, നിലനിർത്തണം, അവിടുത്തെ വരവരെ ഒരുക്കണം. ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിച്ചാണ്. പ്രത്യേകിച്ച് സഭയിലെ പട്ടക്കാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ പട്ടശിക്ഷയിൽ പ്രവേശിക്കുന്ന ഇപ്പോൾ ശമാശന്മാരായിരിക്കുന്നു. പട്ടത്തിൽ പ്രവേശിക്കുന്നവരെ പലരും ഉണ്ടല്ലോ, അനുഗ്രഹിക്കണം. നിങ്ങളുടെ PV തോമസ് പൈതലിനെ, സ്റ്റാൻലി അച്ഛനെ അവിടുന്ന് അനുഗ്രഹിക്കണം. അതുപോലെ ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന അനേകരുണ്ട്, സുവിശേഷകരായിട്ട്, ഫുൾ ടൈം മിനിസ്ട്രി ആയിട്ട്, മിഷൻസ് ഇന്ത്യയിലേക്ക് കർത്താവെ ഗൾഫിന്റെ പ്രദേശത്ത് നിന്ന്, ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ നിന്ന്, അബുദാബിന്റെ മീറ്റിംഗിനൊക്കെയും കടന്നുപോയി ശുശ്രൂഷിക്കുന്നവരുണ്ട്. സകലരെ അവിടുന്ന് അനുഗ്രഹിക്കണം. മിഷൻസ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. സുവിശേഷ വേലയ്ക്കൊക്കെയും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അവിടുന്ന് എല്ലാം മാറ്റണമേ. റിസോഴ്സുകളെ ഒരുക്കി കൊടുക്കണമേ. ഒക്ടോബറിൽ നടക്കുവാനുള്ള കൺവെൻഷനെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഓരോ ദിവസവും അനുഗ്രഹത്തിന്റെ ദിവസമാക്കി തീർക്കണം. ഇന്ന് പകൽക്കാലം ഇതിൽ സംബന്ധിക്കുന്ന സകലരെയും അനുഗ്രഹിച്ചാട്ടെ. അടിയനല്ല, ഒരു മനുഷ്യനല്ല, അവിടുന്ന് തന്നെ അടിയനെ നാവിനെ എടുത്ത് ഉപയോഗിച്ച് പിതാവിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അനുഗ്രഹത്തോടെ കടന്നു പോകാൻ സഹായിക്കണമേ. കൊട്ടകളും വട്ടികളും നിറച്ചുകൊണ്ട് കടന്നു പോകാൻ ഇടയാക്കണം. അവിടുന്ന് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കാൻ എല്ലാവരും കരമുയർത്തി ഉറക്ക വലിയ ശബ്ദത്തിൽ ആ ഹോള് മുഴുവൻ മുഴങ്ങണം. 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരിക്കുന്ന മുറിയൊക്കെ മുഴങ്ങുന്നുണ്ട്, നിങ്ങളായിരിക്കുന്ന ഹോളും മുഴങ്ങണം. ഓരോരുത്തരും ആയിരിക്കുന്ന ഹോളും മുഴങ്ങണം. ആ ഘോഷം കേൾക്കുമ്പോൾ ശത്രു ഓടിപ്പോകും. നമുക്ക് അറിയാം എന്താണ് ഹല്ലേലൂയ. ഗിദെയോനും യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും ചെയ്തില്ല. കുട ഉടച്ചേച്ച പന്തം അങ്ങോട്ട് പിടിച്ചോണ്ട് കാഹള ഊതിയതേ ഉള്ളൂ. അവിടെ അത്ഭുതം നടന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്നേ ദിവസം അത്ഭുതത്തിന്റെ പകൽക്കാലമാണ്. ദൈവജനങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയായി കർത്താവ് നൽകിയിരിക്കുന്നത്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോയ മനുഷ്യൻ ഒരുവൻ മാത്രം. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നേച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് പോയതായ വ്യക്തി ഉണ്ടെങ്കിൽ അത് ലോക ചരിത്രത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും എന്താണ്, വലിയ സംഭവങ്ങൾ ഈ ലോകത്തിൽ നടന്നാലും അത് തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യന്റെ ബുദ്ധിയെ പിശാച് അടച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പലതും കാണാൻ കഴിയുന്നില്ല. ഇന്ന് ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അന്വേഷിക്കുന്നത് എന്താണെന്ന് അറിയാവോ? അന്യഗ്രഹത്തിൽ ജീവികളുണ്ടോ, അന്യഗ്രഹത്തിൽ ജീവനുണ്ടോ. അതുപോലെ നമുക്കറിയാം, ജോൺ ഹോപ്കിൻസ് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ദൈവവിശ്വാസി അല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം അന്തരീക്ഷത്തെ പറ്റി, അറ്റ്മോസ്ഫിയറിനെ പറ്റി, കോസ്മോസിനെ ഒക്കെ പറ്റി പഠിക്കുന്ന മനുഷ്യനായിരുന്നു. നമുക്കറിയാമല്ലോ, അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ എങ്ങനെയായിരുന്നു, ശബ്ദം ഒന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരേ കിടപ്പിൽ കിടക്കുന്ന മനുഷ്യൻ അതിന് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ഒരു കമ്പ്യൂട്ടർ വഴിയാണ് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടേ അറിയാം. അതായത് അന്യഗ്രഹങ്ങളിൽ ജീവികൾ ഉണ്ടെന്ന് ഉള്ളതിന് വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ടുള്ള എൻകൗണ്ടറിന് പോകാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കണം, ദൈവവിശ്വാസം ഇല്ലാതിരുന്ന വലിയ ശാസ്ത്രജ്ഞൻ പറയുകയാണ് അന്യഗ്രഹത്തിൽ ജീവികൾ ഉണ്ട്. അവസാനം ഏകദേശം തറപ്പിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അവർ നിങ്ങളെക്കാൾ ഇന്റലിജന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞേച്ച് അദ്ദേഹം മരിച്ചു. ഇപ്പൊ എങ്ങോട്ട് പോയി? അദ്ദേഹം ഇപ്പൊ എല്ലാം കണ്ടോണ്ടിരിക്കുക. ആ സ്ക്രീൻ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ ശരിയാണെന്നോ. അതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് വലിയ വീമ്പിളക്കുന്നവരാണ് അനേകരും, വലിയ ശാസ്ത്രജ്ഞന്മാർ. ഇന്ന് ക്രിസ്തീയ രാഷ്ട്രമെന്ന് പറഞ്ഞ ഇടങ്ങളിൽ
വേദപുസ്തകം പ്രദർശിപ്പാൻ പോലും അവകാശമില്ലാത്തതുപോലെ ആയിത്തീരുക. അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. അതങ്ങ് വളരെ വളർന്നിരിക്കുക. വൺ വേൾഡ് ഗവൺമെന്റ് ഒക്കെ അങ്ങ് വളരെ വർദ്ധിച്ചിരിക്കുക. നമ്മൾ പലപ്പോഴും അങ്ങോട്ട് ഗ്രഹിക്കുന്നില്ല. അതായത് മനുഷ്യന്റെ ജനസംഖ്യ കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഈ പല പ്ലേഗുകളും മനുഷ്യനിർമ്മിതമാണ്. അതിനുവേണ്ടിയുള്ള മരുന്നൊക്കെ നേരത്തെ, ഇഞ്ചക്ഷൻ എല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് ഈ പ്ലേഗ് ഒക്കെ വരുന്നത്. ഇതൊന്നും പാവം പിടിച്ച മനുഷ്യർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ വലിയ വില കൊടുത്ത് രാജ്യം തന്നെ കോടികൾ ചെലവാക്കി വലിയ ഇഞ്ചക്ഷൻ കൊടുക്കും. ഒന്നാമത്തെ എടുക്കും, രണ്ടാമത്തെ എടുക്കും, മൂന്നാമത്തെ എടുക്കും. പിന്നീട് അത് കഴിഞ്ഞാണ് പറയുന്നത്, അയ്യോ എടുത്തു പോയല്ലോ, ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ട്, എടുത്തവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ, ദൈവം രക്ഷിക്കുക അല്ലാതെ പറ്റത്തില്ല. വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ മനുഷ്യനങ്ങ് സൂത്രബുദ്ധികളായി സ്വാർത്ഥരായി തീർന്നിരിക്കുക. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഗൾഫിലൊക്കെ നല്ല പച്ചക്കറിയും ഒക്കെ കിട്ടും. കാരണം ഇസ്രയേലിൽ നിന്ന് വരുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ വരുന്നുണ്ട്, നല്ല റെഗുലേഷൻ ഉണ്ട്, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മുടെ കേരളത്തിലുള്ള പച്ചക്കറി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പച്ചക്കറി അത് തന്നെ ഒരു മാസം കഴിഞ്ഞ് അവിടെ അതുപോലെ ഇരിക്കുന്നത് കാണാം. കാരണം എന്താണ്? അതിന് തക്കവണ്ണമുള്ള വിഷമെല്ലാം ചേർത്തതാ. ഒരുപാട് എല്ലായിടങ്ങളിലും മത്സ്യത്തിൽ വരെ, അതായത് ഈ വിഷം കലക്കി പിടിക്കുക മാത്രമല്ല, ഭവനങ്ങളിൽ വളർത്തു മത്സ്യങ്ങളെ ഓരോന്നിനെ പിടിച്ച് അതിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇവിടെ കാണാനിടയായി തീർന്നു. കാരണം അവയ്ക്ക് വെയിറ്റ് കൂടാൻ വേണ്ടി. മൃഗങ്ങളെ കൊന്നാൽ, പോത്തിനെ കൊന്നാൽ നേരത്തെ അതിന് മരുന്ന് കൊടുത്ത് അതിന്റെ കിഡ്നി എല്ലാം നശിപ്പിച്ച് അതിനെ വീർത്ത് പൊങ്ങുമാറാക്കിയിട്ട് വെയിറ്റ് കൂട്ടിയിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുക. മായം കൊണ്ട് അങ്ങ് ലോകം നിറഞ്ഞിരിക്കുക. എവിടെയും എക്സ്റ്റോർഷനാണ് നടക്കുന്നത്. വല്ലാത്ത ലോകത്തിലാണ് നമ്മളായിരിക്കും. അതിന്റെ മനുഷ്യന്റെ വിചാരം എന്ന് പറഞ്ഞ് ഈ ഭൂമി മാത്രമേ ഉള്ളൂ ഹാലിൽ, അതുകൊണ്ട് ഇവിടെ അങ്ങ് സുഖിച്ച് ജീവിക്കുക. നിത്യതയെക്കുറിച്ച് ബോധം പലർക്കുമില്ല. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ തന്നെ തിയോളജിയുടെ മാക്സിമം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവര് അവർക്ക് വേറൊരു തരത്തിലും ചിന്തിക്കാവുന്ന രീതിയിൽ, ദൈവം ഇല്ല എന്നുള്ളതായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കുന്നു. കാരണം ദൈവത്തെ അറിയുവാനുള്ളതായ വ്യഗ്രത കുറഞ്ഞിരിക്കുകയാണ്. ദൈവത്തോടുള്ളതായ ആഭിമുഖ്യം കുറഞ്ഞിരിക്കുക. എന്തേലും ആവശ്യം വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞേച്ച് പിന്നെ 5 കൊല്ലം കഴിഞ്ഞോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞൊക്കെ വേറൊരു പ്രശ്നം വരുമ്പോഴാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നത്. കാരണം ദൈവം ആരെന്നുള്ളതായ അറിവ് പലപ്പോഴും മനുഷ്യർക്കില്ലാതെ ആയിപ്പോകും. ഇവിടെ നാം വായിക്കുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷം 12, 13, 14, 15, 16, 17 ഈ അധ്യായങ്ങളൊക്കെ ഈ 13-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ കർത്താവിന്റെ താൻ യാത്രയയക്കപ്പെടുന്നതിന് മുമ്പായിട്ട്, ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായിട്ടുള്ളതായ പാസ് ഓവറാണ്. അല്ലെങ്കിൽ ആ പെസഹ പെരുന്നാൾ, വലിയ പെസഹ പെരുന്നാൾ. അവിടെയാണ് ആ വലിയ ഹോളി കമ്മ്യൂണിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അപ്പമെടുത്ത് നുറുക്കി അവർക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇത് തിന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം പങ്കാളിത്തമില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് ഉള്ളിൽ ജീവനുണ്ട്. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. അത് കർത്താവ് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞത് ഇന്നും ഈ ഞായറാഴ്ച ദിവസവും ആരോഗ്യമുള്ളവർ, സൗകര്യമുള്ളവരൊക്കെ പോയി അതിൽ പങ്കുകൊണ്ടു. ഹല്ലേലൂയ. തിരുശരീര രക്തങ്ങളെ നാം എന്ത് ചെയ്തു? സ്വീകരിച്ചു. ഹല്ലേലൂയ. അത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. എന്നാൽ ഇതിന്റെയൊക്കെ ആ മധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരുപാട് ആഴമുള്ള കാര്യങ്ങളുണ്ട്. മനുഷ്യൻ എപ്പോഴും ഉപരിപ്ലവമായ കാര്യങ്ങളെ മാത്രമേ മനുഷ്യൻ ചിന്തിക്കാറുള്ളൂ. അതൊക്കെയാണ് വലുതെന്ന് കരുതുന്നത്. ഈ ലോകത്തിലെ ധനവും മാനവും സ്ഥാനവും ഒക്കെയാണ് പലപ്പോഴും നല്ല ഇതായിട്ട് കാണുന്നത്. അതുപോലെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പുറമേ ഉള്ള പരപ്പിലുള്ളതൊക്കെ മാത്രമേ പലപ്പോഴും ഗ്രഹിക്കാറുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. അതിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. വലിയൊരു കടലിന് തുല്യമാണ് ദൈവവചനം. ഓരോ പ്രാവശ്യവും നമ്മൾ ധ്യാനിക്കുന്ന അനുസരിച്ച് നമുക്ക് ദൈവിക പരിജ്ഞാനം വർദ്ധിച്ചു വരും. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ദൈവഭക്തിയോടുകൂടെ ചേർന്ന് ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. എത്ര ധ്യാനിച്ചാലും തീരാത്തതാണ് ദൈവം. അതുകൊണ്ട് ഇവിടെ നാം വായിക്കുന്ന അതിന്റെ കുറിവാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 13-ന്റെ 1-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാം. സൂമിൽ കൂടെ ഉള്ളവർക്ക് വായിക്കാം, അല്ലെങ്കിൽ ഹോളിൽ നിന്ന് വായിക്കാം. കാരണം വേദപുസ്തകം കൊണ്ടുവരുന്നത് നല്ലതാ, ഒരു അനുഗ്രഹം. ഒന്നുമല്ലേ ഒരു ക്രിസ്ത്യാനിയാണെന്നേലും നിങ്ങളെ കാണുന്ന ഒരു കർത്താവ് വിചാരിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ വേദപുസ്തകം ഉണ്ടെന്നുള്ളതും തിരിച്ചറിയാൻ പറ്റുമല്ലോ. പ്രൈസ് ദി ലോർഡ്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ
വായിച്ചോ. ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. താങ്ക് യു ബ്രദർ. അത്താഴമായപ്പോൾ മതി 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 മതി. അപ്പോൾ ഈ 13-ാം അധ്യായത്തിൽ തുടങ്ങുന്നതാണ്. എന്നിട്ട് 17-ാം അധ്യായത്തിൽ വരുമ്പോൾ മഹാപുരോഹിത പ്രാർത്ഥന, കർത്താവിന്റെ ഡിപ്പാർച്ചർ മെസ്സേജ് നമുക്കിവിടെ കാണുവാൻ കഴിയും. വളരെ ആഴമായിട്ടുള്ളതാണ്. അതുവരെ കർത്താവ് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തതിനേക്കാൾ അപ്പുറമായി തന്റെ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ടാണ്. അതുകൊണ്ടാണ് പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ, അപ്പോൾ ആ നാഴിക വന്നെന്ന് അറിഞ്ഞപ്പോൾ യേശു എന്താണ് ചെയ്തത്? ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു. അവർക്ക് ആ സ്നേഹത്തിന്റെ ആഴം പങ്കുവെക്കുകയാണ്. തനിക്ക് പറയാനുള്ളതിന്റെ എല്ലാം പറഞ്ഞ് അവരോട് യാത്രയപ്പ് അവരോട് ചെയ്യുകയാണ്. ഹാലലൂയ. ഇതുപോലുള്ള ഒരു യാത്രയപ്പ് ലോകത്തിൽ എങ്ങും നടന്നിട്ടില്ല. അല്ലെങ്കിൽ പോകുന്ന സമയത്ത് പറയാനുള്ളത് പറഞ്ഞിട്ട് പോവുക. നമുക്കറിയാം വേദപുസ്തക വിശുദ്ധന്മാർ പഴയ നിയമത്തിൽ നമുക്കറിയാം യാക്കോബ് മരണത്തിന് മുമ്പായിട്ട് അവൻ പറയാനുള്ളതൊക്കെ 12 ഗോത്രങ്ങളോട് പറയുന്നു. അങ്ങനെ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവിച്ചുള്ള വിശുദ്ധന്മാരും ഒക്കെ അവരുടെ മരണസമയമൊക്കെ അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് മക്കളോടൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞേച്ച് പറയും, കുഞ്ഞുങ്ങളെ ഞാൻ ഈ പോകാനുള്ള സമയമായി, അതുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞിട്ട് പറയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു ഡിപ്പാർച്ചർ മെസ്സേജ് ആണ് കർത്താവ്. താൻ ഈ ശരീരത്തിൽ നിന്ന് താൻ ഇനി ഒരിക്കലും അതേ ശരീരത്തിൽ വരികയില്ല. താൻ രൂപാന്തരപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. താൻ ഇരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവരോട് പറയുന്ന കാര്യങ്ങളാണ് ആ അധ്യായങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ നാം വായിച്ച ഒറ്റ കാര്യം മാത്രമാണ് ഇന്ന് ചിന്തിക്കുന്നത്, മറ്റൊന്നുമല്ല. പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നേച്ച് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നവനായ ക്രിസ്തു, അതാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. Now before the feast of the Passover, when Jesus knew that his hour had come, that he should depart from this world to the Father, having loved his own who were in the world, he loved them to the end. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. ഹല്ലേലൂയ. അനേക പ്രാവശ്യം കർത്താവ് യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ ഈ ലോകത്തിനുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം എന്നോട് കൂടെ ഒരുവൻ കൂടെ സാക്ഷ്യം പറയുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. അങ്ങനെ എത്രയോ വാക്യങ്ങൾ കർത്താവ് തന്നെ, ഞാൻ തന്നെ മശിഹയാണ്. ഇപ്പോൾ ഇവിടെ തന്നെയും ഈ നമുക്കാണ് യേശു തന്നെ മശിഹയാണെന്ന് ഈ അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ശമരിയക്കാരോട് പറയുന്നത് കാണാൻ കഴിയും. മറ്റുള്ളവരൊന്നും ലോകത്തിന് അറിയത്തില്ലായിരുന്നു യേശുവാണ് മശിഹ എന്നുള്ളത്. എന്നാലും നമുക്ക് യേശു മശിഹയാണ്, ദൈവപുത്രനാണ്, ദൈവപുത്രനായിട്ട് മനുഷ്യനായിട്ട് വന്നവനാണ്, ഇതെല്ലാം നമുക്കറിയാം. എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട്, സ്വർഗത്തിൽ നിന്ന് വന്നവനായ ഒരു ഏക മനുഷ്യൻ കർത്താവാണ്, മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്യഗ്രഹത്തിൽ നിന്ന് വന്നവൻ കർത്താവാണ്. ക്രൈസ്റ്റ് ദ ഓൺലി വൺ who came from God and went back to God. Hallelujah. The person from planet to heaven. Hallelujah. അതുകൊണ്ട് നോക്കണം. Hallelujah. The person from eternal everlasting cosmos. Hallelujah. The person from the other universe, the ever existent universe called heaven. അപ്പോൾ ലോകത്തിന്റെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അന്യഗ്രഹത്തിൽ ജീവികൾ ഉണ്ടോ എന്ന് ഇപ്പോഴും അന്വേഷിക്കുക. പക്ഷെ അന്യഗ്രഹങ്ങൾക്കും അപ്പുറമായ ഒരു സ്ഥലത്ത് നിന്ന് ഒരുവൻ വന്നിട്ടുണ്ട്, വാസ്തവമായിട്ട് വന്നവനാണ്. ഹല്ലേലൂയ. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. എബ്രായ ലേഖനം 9:11. നമുക്ക് ചുരുങ്ങിയ സമയമുള്ളല്ലോ, ചില കാര്യങ്ങൾ അതിലേക്ക് ആഴത്തിലേക്കൊന്ന് എല്ലാവരുടെയും ശ്രദ്ധയുടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 9:11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതന്മാരായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതുമായ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടിന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നോക്കണം, ഇവിടെ നാം കാണുന്നത് എന്താണ്? ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമുള്ളതായ ഒരു കൂടാരം. അതുകൊണ്ട് ഈ സൃഷ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, എബ്രായ ലേഖനം ആദ്യം തന്നെ പറയുന്നുണ്ട്, ദൈവം പണ്ട് ഭാഗമായി
വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരമൊക്കെ സംസാരിച്ച ശേഷം ഈ അന്ത്യകാലത്ത് പുത്രനിൽ കൂടെ വെളിപ്പെട്ടത് ഭാഗമായിട്ടല്ല, അല്പമായിട്ടല്ല, പൂർണ്ണമായിട്ടുള്ള വിടുതലാണ് പുത്രനിൽ കൂടെ വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു പ്രവേശിച്ചത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തത്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഏതാണ്? മോശയിൽ കൂടെ നമുക്ക് മനസ്സിലായി. മോശയുടെ 5 പുസ്തകങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സൃഷ്ടിയുടെ രഹസ്യം ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു. മോശ ജനിക്കുന്നതിന് മുൻപേ എത്രയോ കൊല്ലം മുമ്പാണ് ആദാം ഉണ്ടായത്. ഹല്ലേലൂയ. അതുപോലെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മോശയിൽ കൂടെ എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായതെന്നുള്ളത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ആദിയിൽ ദൈവം എന്തോ ചെയ്തു? ആരും ഇല്ല ഇവിടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. അപ്പോൾ ആദിയിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ എന്നിട്ട് നമുക്കറിയാം, പിന്നെ എന്താണ് സങ്കീർത്തനം 90 പറയുന്നുണ്ട്, അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നത്. പർവ്വതങ്ങളെ നിർമ്മിക്കുന്നതിന് മുമ്പ്, ഭൂമണ്ഡലത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്റെ സഹോദരനായ അഹരോൻ മരിച്ചപ്പോൾ മോശ ആ സത്യം വിളിച്ചു പറയുകയാണ്, നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീരെന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ള പറയുന്നു, മനുഷ്യന്റെ ആയുസ് ചുരുക്കമാണ്, 7 10 ഏറെയായാൽ 80 മാത്രം. അതിന്റെ പ്രതാപവും പ്രയാസവും കഷ്ടവും അത്രേ. ഇന്നും ബേബിക്കുട്ടി പലരുടെയും മരണത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്റെ മനസ്സിലേക്ക് പലതും ഓർമ്മ വന്നു. നമ്മുടെ ചുറ്റുപാട് എത്രയോ പേര് ലോകത്തിൽ നീക്കപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട വൈഫിൻ്റെതായ ഫസ്റ്റ് കസിൻ അഞ്ചലിലെ ചീഫ് സർജൻ ആയിരുന്നു മോഹൻ, അല്ലെങ്കിൽ സക്രിയ തോമസ് എന്ന് പറഞ്ഞു. ചെറുതായിട്ട് കുറച്ചു നാൾ മുമ്പ് ഒരു കോളൻ ക്യാൻസർ ഉണ്ടായി. അല്ലെങ്കിൽ ആ വീട്ടിൽ 12 ഡോക്ടേഴ്സാ ഉള്ളത്. ഇദ്ദേഹം ചീഫ് സർജനാ. അനേക രോഗികളെ അദ്ദേഹത്തെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. കാല് മുറിച്ച് കളയണം, കൈ മുറിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞവരെയൊക്കെ അദ്ദേഹം ചികിത്സിച്ച് ഇതൊന്നും മുറിച്ച് കളയാതെ സൗഖ്യം പ്രാപിച്ചതാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തോ പറ്റി, ഒരു ഇത് വന്നപ്പോൾ ആ ട്രീറ്റ്മെന്റ് എവിടെയോ എന്തോ പറ്റി, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ സമയമാണ്. കഴിഞ്ഞ ദിവസം ഈ 15-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് നീക്കപ്പെട്ടു. എല്ലാവർക്കും വലിയ വിഷമമായി തന്നെ. ചെറുപ്പക്കാരനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓർക്കും, നമ്മുടെയൊക്കെ മുൻപിൽ എത്രയോ പേരാണ്. നമുക്കറിയാമല്ലോ, കുവൈറ്റിന്റെ പ്രദേശത്തേക്ക് ഭവനത്തിൽ നിന്ന് മടങ്ങിപ്പോയതായ 4 പേര്, അവരുടെ ഫോട്ടോ നമ്മൾ കണ്ടു. രാത്രി കിടന്നുറങ്ങിയാണ്, AC-ക്ക് തീ പിടിച്ചു. എന്റെ ദൈവമേ, കുവൈറ്റിൽ നേരത്തെ അറിയാമല്ലോ, ഒരു ബിൽഡിങ്ങിന് 50 പേര് മരിച്ചു. എവിടെയെ വെച്ചാണ്, എപ്പോഴാണ് മരണം നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു ക്ഷണികമാണ്. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരത്തിലായിരിക്കുന്നു. എന്നാൽ വിണ്മയനായ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെടാത്ത മൺസ്വരൂപത്തിന്റെ സാദൃശ്യത്തിൽ വന്നവനായ ഒരുവനുണ്ട്. അവൻ വന്നത് എവിടെ നിന്നാണ്? അവൻ നിത്യതയിൽ നിന്ന് വന്നവനാണ്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുവാൻ സമയമായി എന്നറിഞ്ഞുകൊണ്ടാണ് അവിടെ ആ ശുശ്രൂഷ ചെയ്യുന്നത്. അവന് എന്നിട്ടെന്താണ്? ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ സൃഷ്ടി എന്ന് പറഞ്ഞ എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചെന്ന് പറഞ്ഞ സൃഷ്ടിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആകാശമുണ്ട്, ഭൂമിയുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന മെറ്റീരിയൽ യൂണിവേഴ്സ്, അതിൽ ഉൾപ്പെടാത്തതാണ് സ്വർഗം. മനസ്സിലാക്കണം. അത് നിത്യമായി ഉള്ളതാ. അതിന് ആരംഭവും ഇല്ല, അവസാനവും ഇല്ലാത്തതാണ് നിത്യമായ സ്വർഗം. ഇറ്റ് ഈസ് നമ്മുടെ വിചാരിയ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞുകൊണ്ട് ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. യാതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് നമ്മുടെ ഭാവന കൊണ്ടോ മനുഷ്യ ബുദ്ധി കൊണ്ടോ ഒന്നും ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് പ്രിയമുള്ളവരെ സ്വർഗം എന്ന് പറയും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ഒരുങ്ങണം. നമ്മുടെ നടപ്പിലും ഇരിപ്പിലും എല്ലാം അവിടെ ആ യൂണിവേഴ്സിൽ എത്താൻ പറ്റും. സ്വർഗം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമൊന്നുമല്ല. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തെക്കാൾ എത്രയോ വലിയൊരു പ്രപഞ്ചമാണ് സ്വർഗം. മനസ്സിലാക്കണം. ഹെവൻ ഈസ് അനദർ യൂണിവേഴ്സ്, എ ഗ്ലോറിയസ് യൂണിവേഴ്സ്. ഈ ഭൂമി 3 ഡയമെൻഷനൽ ആണെങ്കിൽ, നീളം, വീതി, ഉയരം, ഏത് സംഗതിക്ക് നമുക്ക് 3 ഡയമെൻഷൻ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ സ്വർഗം, ഹെവൻലി തിങ്സ് 3 ഡയമെൻഷൻ അല്ല, അതിന് മെനി ഡയമെൻഷൻ ഉണ്ട്. there is സ്പിരിച്വൽ ഡയമെൻഷൻ. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനാണ്. നമുക്കറിയാം, എത്രയോ വാക്യങ്ങളുണ്ട് അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനായ ദൈവം എന്നുള്ളത്. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും. അപ്പം അത്യുന്നതന്റെ നിഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതാ.
ഞാനും നിങ്ങളും പാർക്കുന്ന ഈ ഭൂമിയിലും ആ നിഴലുണ്ട്. ഈ സ്വർഗം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിനെക്കാളും വലിയൊരു യൂണിവേഴ്സാണ്. അല്ലല്ലേ? ഈ യൂണിവേഴ്സ് വലിപ്പമേറിയതാണെങ്കിൽ അതിനെക്കാട്ടിലും വലിപ്പമേറിയതെന്നാണ് ഇവിടെ ഈ വാക്യം പറഞ്ഞത്. ഞാൻ പറയുന്നത് മനുഷ്യബുദ്ധി കൊണ്ടല്ല, വചനത്തിൽ എഴുതിയിരിക്കുന്ന മാത്രമാണ് പറയുന്നത്. അത് ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി തരുമ്പോൾ അതിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതാണ് വലിപ്പവും തികവുമേറിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗമെന്ന് പറയുന്നത്, സ്വർഗ സിംഹാസനം എന്ന് പറയുന്നത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ല. നാം വസിക്കുന്ന ഈ സൃഷ്ടിയെക്കാളും മുന്നമേ ഉള്ളതാണ്. അത് എന്നേക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പേര് ചോദിക്കുമ്പോൾ മോശയോട് പറയും, നമുക്കത് രസമെന്ന് തോന്നും. എന്നാൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോ ഐ ആം ദാറ്റ് ഐ ആം, അതിനപ്പുറം ഒന്നും പറയല്ല, ഞാനാകുന്നവൻ ഞാൻ. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷയിൽ ദ ഗ്രേറ്റ് ഐ ആം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിന് മാറ്റമില്ല. എല്ലാവരും ആയിരിക്കുന്നവൻ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സകലവുമാകുന്നവൻ, ഒരു മാറ്റമില്ല. ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ വികാരമോ ഇല്ലെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ആയുസ് കൂടുന്നില്ല, അവന്റെ ശക്തി ക്ഷയിക്കുന്നില്ല, കൂടുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമാണ്, അത് വർദ്ധിക്കുന്നില്ല, കുറയുന്നില്ല. ഓർമ്മക്കുറവ് ദൈവത്തിന് വരുന്നില്ല. ദൈവം താടിയും മുടിയും വളർത്തിയ ഒരു വയസ്സനല്ല. ഹല്ലേലൂയ. ഹി ഈസ് ദ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു വയസ്സ് എന്ന് നമ്മളെപ്പോലെ ആയിത്തീർന്നില്ല. ഹല്ലേലൂയ. അവൻ എന്നേക്കും ഒരുപോലെ ഇരിക്കുന്നവനാ, ഒരു യൗവനക്കാരനേക്കാൾ ശക്തിയുള്ളവനാ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, യൗവനത്തിലാണ് ഏറ്റവും ശക്തിയുള്ളത്. ദൈവം ഒരു നല്ല യൗവനക്കാരനെ പോലെ, അത് നിത്യമായ ശക്തിയോട് നിറച്ചിരിക്കുന്ന സർവശക്തനാണ് ദൈവം. ദൈവം വസിക്കുന്ന സ്വർഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ ഗ്രേറ്റ് യൂണിവേഴ്സ്. മറക്കരുത്. ഹല്ലേലൂയ. ഈ കാണുന്ന പ്രപഞ്ചത്തെക്കാൾ എത്രയോ വലിപ്പമേറിയ ഒരു പ്രപഞ്ചമാണ് സ്വർഗം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇപ്പൊ കാണുന്ന ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടതായ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന മനുഷ്യന്റെ പാപനിമിത്തം ഉൽപ്പത്തി പുസ്തകം പറയുന്നതായ ഈ ആകാശവും ഭൂമിയും ചുട്ടഴിയാൻ പോവുകയാണ്. അതിനുശേഷം എന്തു പറ്റും? പുതിയ ആകാശവും. ആ പുതിയ ആകാശവും പുതിയ ഭൂമി, എന്റെ ദൈവമേ, ഈ ആകാശം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് നീങ്ങി, ആകാശം ഒരു ചുരുൾ പോലെ ഭൂമിയും. ജോസഫ് തോമസ് ചിരിക്കുന്നു, സന്തോഷം. യു ആർ എൻജോയിങ്, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമി, ആകാശം വലിയൊരു ചുരുൾ പോലെ അങ്ങ് ഉരുണ്ടു പോകും. പിന്നെന്താ കാണുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. നാം കാണുന്നത് സ്വർഗത്തിന്റെ തേജസ്സിന്റെ ഒരു അവസ്ഥയാണ്. കാരണം ഈ ആകാശമൊക്കെ കഴിഞ്ഞപ്പോ ഇത് കാണപ്പെടുന്ന സൃഷ്ടിയാ, കാണപ്പെടാത്ത സൃഷ്ടിയുണ്ട്. അത് കാണപ്പെടാത്തതാണ്. സൃഷ്ടി എന്ന് വിളിക്കാൻ നമുക്ക് കഴിയത്തില്ല. എവർലാസ്റ്റിംഗ് ആണ് ഹെവൻ എന്ന് പറയുന്നത്. അത് മഹാപ്രപഞ്ചമാണ്, ആരംഭം അവസാനമില്ലാത്തതാണ്. എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട ശേഷം ആ പുതിയ ഭൂമി എന്ന് പറയുന്നത് ഈ ഭൂമിയേക്കാൾ അനേക മടങ്ങ് വലിപ്പമുള്ളതായിരിക്കും. ആ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് എന്ത്? പുതിയ യെരൂശലേം എന്ന് പറയുന്നതായ നഗരം. ഒരു മണവാട്ടി എന്നപോലെ ഒരുങ്ങി വരുന്നു. എത്രയോ മനോഹരമായ വർണ്ണനയാണത്. എന്റെ ദൈവമേ, ഒരു അല്പ രത്നത്തിന് വേണ്ടി, ഒന്നും വേണ്ട, അല്പ സ്വർണത്തിന് വേണ്ടി ഇന്ന് എന്താണ് 8 ഗ്രാം സ്വർണത്തിന് എന്തൊരു വിലയായിരിക്കുക. നേരത്തെ ഗൾഫിലായ സമയത്ത് കുറഞ്ഞ ആയിരുന്ന പണമൊന്നുമല്ല, ഇന്ന് എത്രയോ കൂടിയിരിക്കുക. 50,000 രൂപയായിപ്പം ഒരു പവന് പത്രത്തിൽ നോക്കിയ. അപ്പോൾ ഈ സ്വർണമൊക്കെ എന്താണ്? ഇവിടുത്തെ വിലയെക്കാളും ഇതിനേക്കാളും നല്ല സ്വർണം, നിത്യമായി ആളുള്ളതായ, തങ്ക തെരുവീതിയുള്ളതായ, രത്നങ്ങളും മുത്തുകളും അടിസ്ഥാനമുള്ളതായ, എന്നേക്ക് നിലനിൽക്കുന്നതായ ആ പട്ടണം 1200 മൈല് നീളവും വീതിയും ഉയരവുമുള്ളതായ ആ പുതിയ യെരൂശലേം ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പോവാ. അത് എവിടുന്നാ ഇറങ്ങി വരുന്നത്? സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ. അപ്പോൾ ആ ഒരു സ്വർഗം എന്ന് പറയുന്നത് എന്നേക്കും ഉള്ളതാ. ആ നിത്യമായ സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴുണ്ട് ആ പുതിയ യെരൂശലേം. അതിങ്ങനെ അലങ്കരിച്ച് മണവാട്ടിയായിട്ട് അവിടെ ഒരുങ്ങി നിൽക്കുക. കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമി ഉണ്ടാകുമ്പോൾ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായ പുതിയ യെരൂശലേം എന്നേക്കും അവളാകും നമ്മുടെ മാതാവെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പറയും, നമുക്കറിയാം. അതുകൊണ്ട് എന്നേക്കും കർത്താവിനോടുകൂടെ വസിക്കുവാൻ്റെ കൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കൂടാരമാണ് ഈ പുതിയ യെരൂശലേം. മനസ്സിലാക്കണം, പുതിയ യെരൂശലേം എന്ന് പറയുന്ന ഒരു കൂടാരമാണ്. ഹല്ലേലൂയ. അത് കാരണം ഒരു ടെന്റിന് തുല്യം, അതായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. കാരണം നിത്യമായ സ്വർഗം എന്ന് പറയുന്നതാണ് നമ്മുടെ നിത്യരാജ്യം. അതുകൊണ്ടാണ് കർത്താവ് പ്രസംഗിക്കുന്നത്, ശിഷ്യന്മാര് പ്രസംഗിച്ചത് എന്താണ്?
ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. ദൈവരാജ്യം അന്നേ ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കും ദൈവരാജ്യം എവിടെ ചോദിക്കും. ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉണ്ട്. ആ ദൈവരാജ്യം എന്ന് പറയുന്നത് പല ഡയമെൻഷനിലാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കിങ്ഡം ഓഫ് ഗോഡ്, അത് വലിയൊരു യൂണിവേഴ്സ് ആണ്. അതിൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയാതോണം വലിപ്പമുള്ളതായ സംഗതിയാണ് ഈ സ്വർഗം എന്ന് പറയും. അവിടെ നിന്ന് ഇറങ്ങി വന്നവനായ കർത്താവ് താൻ ഈ ലോകം വിട്ട് അവന്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞ് കർത്താവ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആലോചിക്കുക, അന്യഗ്രഹത്തിൽ നിന്ന്, അന്യഗ്രഹം എന്ന് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിലുള്ള ഗ്രഹങ്ങളിൽ തന്നെ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നാൽ ഇതിനപ്പുറമായിട്ട് അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള മോസ്റ്റ് ഇന്റലിജന്റ് ബീയിങ്സ് ഉള്ളതായ ആ സ്വർഗം, അവിടെ ഈ ദൂതന്മാരെല്ലാം എന്താണെന്നറിയാവോ? അവർ ഇന്റലിജന്റ് ബീയിങ്സാ. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല. ഈ അവസാന കാലഘട്ടങ്ങളിൽ അന്തിക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി ഇന്ന് ഭൂമിയിൽ ഇന്നത്തെ യവനക്കാരൊക്കെ എടുക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഒന്നുമല്ല, റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമാ. അല്ലെങ്കിൽ ഈയിടെ ഒരുത്തം പ്രസംഗിക്കുന്ന കണ്ടു. എന്താന്ന് ചോദിച്ചാൽ ഇനിയും നിങ്ങളുടെ ജോലി സാധ്യത എല്ലാം മാറാൻ പോകും. കാരണം ബാങ്കിലൊന്നും ഇനി ജോലി കിട്ടത്തില്ല. കാരണം എല്ലാം റോബോട്ട്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിരിക്കുക. പക്ഷെ അതിന്റെ ഒരു പേര് തന്നെ നമ്മളെ കാണിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെല്ലാം നശിക്കാൻ പോവുക. ഇന്നലത്തെ പത്രത്തിൽ വന്നു. ഇന്നലെ എന്താണ് എല്ലായിടത്തും ലോകത്തുള്ള ഒരുപാട് കമ്പ്യൂട്ടറുകളെ ബാധിച്ച് എന്താണ് ഒരു ആന്റി വൈറസിന്റെ അവരങ്ങോട്ട് ഇത് ചെയ്തപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഒത്തിരി കമ്പ്യൂട്ടർ ക്രാഷായി. അതുകൊണ്ട് മനുഷ്യ നിർമ്മിതമായ ഇതെല്ലാം ക്രാഷായി പോകും. അല്പസമയം കഴിയുമ്പോഴത്തേക്കിന് എന്തോ പറ്റും? മനുഷ്യന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോളം, എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് സീറോ ആകാൻ പോവാ. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എല്ലാം വലിക്കപ്പെടും. ഒരുത്തർക്കും അംബാനി മുതൽ സകലരുടെയും കാശ് ബാങ്ക് അക്കൗണ്ടിൽ സീറോ ആകും. കാരണം ഒരു അന്തിക്രിസ്തു വാഴുമ്പോൾ സകലരുടെയും പണത്തിന്റെ കൺട്രോൾ അവന്റെ കയ്യിലായിരിക്കും. എല്ലാം അവൻ ഹാക്ക് ചെയ്തിരിക്കും. അതുകൊണ്ട് ആ അന്തിക്രിസ്തുവിന്റെ വാഴ്ചയിലൊന്നും നമ്മൾ കാണരുത്. അതിനു മുമ്പ് കർത്താവ് ഒരു മധ്യാകാശത്ത് അവിടേക്ക് ചെന്നോണം. അല്ലെങ്കിൽ ഈ സീറോ ബാലൻസുമായിട്ട് ഗൾഫിൽ കിടന്ന് ജോലി ചെയ്തേച്ച് സീറോ ബാലൻസുമായിട്ട് കഴിക്കാൻ ആഹാരം മേടിക്കാൻ പൈസ ഇല്ലാതെ ഞെരുങ്ങുന്ന അനുഭവം അന്തിക്രിസ്തുവിന്റെ വാഴ്ചയിൽ ഉണ്ടാകും. 7 വർഷത്തെ മഹോദരവകാലം അത് ഭയങ്കരമാണ്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മറ്റൊന്നുമല്ല. എന്താണ് ഈ നിത്യമായ സ്വർഗം എന്ന് പറയുന്നത്? അവിടെ നിന്ന് വന്നവനായ ക്രിസ്തു അവിടെ നിന്ന് വന്നേച്ച് അവിടേക്ക് മടങ്ങിപ്പോകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അത് റിയലായിട്ട് ലോക ചരിത്രത്തിൽ സംഭവിച്ചതാണ്. ലോകത്തിന്റെ ശാസ്ത്രജ്ഞന്മാർക്ക് അതൊന്നും ഗ്രഹിക്കാനുള്ള കഴിവില്ല, അതിനുള്ള ടെക്നോളജി ഇല്ല, അതിനുള്ള ബുദ്ധിയില്ല, അതിനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ഇന്ന് ഈ ഹോളിൽ സംബന്ധിക്കുന്നവരും ഈ 23 ഡിവൈസുകൾ സംബന്ധിക്കുന്നവരും നമ്മളെല്ലാം എന്താണ് ഭോഷന്മാരായത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ കർത്താവിന്റെ പുറകിന് തിരിച്ചത്. ലോകത്തിന്റെ ജ്ഞാനികളെ വല്ലതും വരുവോ? അന്നത്തെ പരീക്ഷന്മാരോ സദൂക്യന്മാരോ മഹാപുരോഹിതന്മാരോ പീലാത്തോസോ വല്ലതും വന്നോ? ഇല്ല. അവരുടെയൊക്കെ വിചാരം അവരുടെ ഭയങ്കര ഐക്യമുള്ളവരാണ്, വലിയ ജ്ഞാനികളാണ്, സമ്പന്നന്മാരാണ്. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്ന എളിയവരെയാണ്. അതോർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മുക്കുവന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് അതിശ്രേഷ്ഠമായ അവസരം. അതുകൊണ്ട് ഒന്നിനും അർഹതയില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്ത് നിത്യമായ പരിജ്ഞാനത്തിലേക്ക് ദൈവം നടത്തുകയാണ്. ശലോമോന് ജ്ഞാനം കൊടുത്ത കർത്താവ്, അതേ ദൈവം കർത്താവ് വന്നപ്പോ പറഞ്ഞു ഇവിടെ ഇതാ ശലോമോനേക്കാളും വലിയവനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശലോമോന്റെ ജ്ഞാനമല്ല വലിയ ജ്ഞാനം. പഴയ നിയമകാലത്തിൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ, ലോക ജഡശരീരത്തിലെ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ദൈവം ജ്ഞാനം നൽകിയ വ്യക്തിയാണ് ശലോമോൻ. അതുപോലെ ബെസലേലിനും ഒഹലിയാബിനും ഒക്കെ ദൈവം ജ്ഞാനം നൽകി. ഹല്ലേലൂയ. ഈ പെട്ടകമെല്ലാം ഉണ്ടാക്കുവാൻ വേണ്ടി. എന്നാൽ ഈ ശലോമോന്റെ ജ്ഞാനമൊന്നും ഒരു ജ്ഞാനമല്ല. കർത്താവ് തന്നെ പറഞ്ഞു ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതേ കർത്താവ് പറഞ്ഞത് ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. കാരണം ഈ ക്രിസ്തുവിലാണ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും സകല നിക്ഷേപങ്ങളും ഗുപ്തമായിരിക്കുന്നത്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. ദൈവത്തിന്റെ സകല സ്വരൂപവും യേശു ക്രിസ്തുവിലാണ്. പിതാവായ ദൈവത്തെ ക്രിസ്തുവിൽ കൂടെ അല്ലാതെ തിരിച്ചറിയുവാൻ ആർക്കും കഴിയുകയില്ല. ആ കർത്താവാണ് ഈ ഭൂമിയിലേക്ക് ജഡശരീരം വന്ന്
നമ്മുടെ രക്ഷയെ ഒരുക്കി നമുക്ക് ആ നിത്യരാജ്യം, നമുക്ക് ചിന്തിക്കുവാനോ എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അതർ ഡയമെൻഷൻ ഉള്ളതായ സ്വർഗരാജ്യത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ബുദ്ധി കൊണ്ടോ ലോകത്തിന് ധനം കൊടുത്തോ ഒന്നും രക്ഷയെ സ്വീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ 23-ാം 24-ാം വാക്യത്തിലാണ് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് മനസ്സായി. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ മനുഷ്യനൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് ലോകത്തിന് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രസംഗം എന്ന് പറയുന്ന സുവിശേഷ പ്രസംഗം കേട്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്തിന് ഹിതമായി. അതുകൊണ്ടാണ് ഇന്ന് മീറ്റിംഗിൽ വന്നവരുടെ മേൽ ദൈവത്തിന്റെ രക്ഷയെ, വചനത്തെ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ വിടുതലുണ്ട്. ആരെയും വെറും കൈയായി വിടുകയില്ല. ഒരൊറ്റ വാക്യം നമ്മെ വിടുവിക്കുന്നതാണ്. ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ശബ്ദം ഇത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. നിങ്ങളുടെ രോഗസൗഖ്യത്തിന്, നിങ്ങളുടെ നിത്യജീവന് മുഖാന്തരമാണ് ദൈവത്തിന്റെ വചനം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഈ വചനത്തിൽ വിശ്വസിക്കുക. ഈ വചനത്താലാണ് ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചിരിക്കുന്നതെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്ത ദൈവവചനത്താലാണ് ഞാനും നിങ്ങളും ജനിക്കുന്നത്. അതുകൊണ്ട് വചനത്താൽ വീണ്ടും ജനിച്ചവരായി ഈ പുതിയ ആകാശം, പുതിയ ഭൂമി മാത്രമല്ല, നിത്യമായ സ്വർഗം. അതുകൊണ്ട് നമുക്ക് ഈ പുതിയ യെരൂശലേമിൽ മാത്രമല്ല നമുക്ക് വാസം വരാൻ പോകുന്നത്. അതെന്താണ്? ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന ഒരു കൂടാരമാണ്. കാരണം നിത്യമായ സ്വർഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് യൂണിവേഴ്സ്. അതിനെപ്പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എന്റെ പിതാവിന്റെ ഭവനം, അവിടെ ഭവനം ഇപ്പോഴും ഉണ്ടെന്നാ. കർത്താവ് ഇവിടെ ഭൂമിയിലായിരുന്നപ്പോഴും ആ ഭവനം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്തുകൊണ്ട്? അനേകം, ആരെങ്കിലും പറ, അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്ന അറിയാവോ? ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് there are many mansions. മാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? പാലസ് എന്നാ. ഹല്ലേലൂയ. രാജകൊട്ടാരം എന്ന അർത്ഥം. ഹല്ലേലൂയ. ഇൻ മൈ ഫാദേഴ്സ്. അപ്പം ഫാദർ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം 4 ബെഡ്റൂമുള്ള അല്ലെങ്കിൽ ഒരു 3 നിലയുള്ള ഗൾഫുകാരൊക്കെ പണിയാൻ ശ്രമിക്കുന്ന, ചിലരൊക്കെ പണിഞ്ഞിട്ടേക്കുന്ന, അല്ലെങ്കിൽ യൂസഫ് അലി പണിഞ്ഞിരിക്കുന്ന എത്രയാണ് 30,000 അടി സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ളത്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ വലിയതാണെന്ന്. ഇല്ല, ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മാൻഷൻ എന്ന് പറയുന്നത് അംബാനിയുടെ ബിൽഡിങ്ങിനേക്കാൾ വലുതാണ്. വലിയ മൾട്ടി സ്റ്റോറിയാണ്. കാർ പാർക്കിംഗ് ഒക്കെ മണ്ട വരെ ഉള്ളതാണ്. നിങ്ങൾ പലതും കണ്ടു കാണുവാനല്ലേ. എന്നാൽ അതൊക്കെ നശിച്ചു പോകുന്നതാ. എന്നാൽ എന്താണ്? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് there are many mansions. കൊട്ടാരങ്ങളുണ്ട്. അവിടെ നമുക്ക് സ്ഥലമുണ്ട്. അതുകൊണ്ട് പുതിയ യെരൂശലേമിൽ മാത്രമല്ല നമ്മൾ വസിക്കുന്നത്, നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ മാൻഷൻസ്, കൊട്ടാരങ്ങളുണ്ട്. ഇതൊന്നും ഫോഷ്കല്ല, ഇതെല്ലാം സത്യമാണ്. കാരണം കർത്താവ് പറഞ്ഞു, പിതാവിന്റെ അടുക്കൽ നിന്ന് വന്ന് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നവൻ അവിടെ നിന്ന് വന്നവനാ. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞാൽ എന്റെ വാക്ക് സത്യമാണ്. കാരണം നിങ്ങൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, നിങ്ങൾ ആരും സ്വർഗം കണ്ടിട്ടില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്ന് കർത്താവ് പറയും. അന്യഗ്രഹം എന്ന് മനുഷ്യൻ വിളിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ അന്യ യൂണിവേഴ്സിൽ നിന്ന് വന്നവനാണ് കർത്താവ് എന്ന് നാം മനസ്സിലാക്കണം. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവുമുള്ളതായ സൃഷ്ടി. സോ heaven is of another dimension, much greater and glorious than the physical dimensions or the limited 3 dimension of materialistic objects. Heaven is forever. Heaven is existing forever from everlasting to everlasting and is the eternal, everlasting, existent Heavenly Father's own house forever. ഈ സ്വർഗം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സ്വന്തമാണ്. സ്വർഗം എന്താണ്? യഹോവയുടെ സിംഹാസനമാണ്. ഭൂമി അവന്റെ പാദപീഠമാണ്. സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമിയെ പോലുള്ള 3 ഡയമെൻഷൻ അല്ല. സ്വർഗം ഈ ഭൂമിക്ക് അപ്പുറമായിട്ടുള്ള ഒരു വലിയ യൂണിവേഴ്സ് ആണ്. എന്നാൽ ആ യൂണിവേഴ്സിന് ഈ മെറ്റീരിയലിസ്റ്റിക് യൂണിവേഴ്സിൽ പൂർണ്ണമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:9 ആർക്കെങ്കിലും വായിക്കാം. 1 Corinthians 2:9 വേഗത്തിൽ വായിക്കണം.
1 കൊരിന്ത്യർ 2:9 വായിച്ചോ. എല്ലാരും വേദോസം തുറക്കാൻ വേണ്ടി അത്രയും സമയമൊക്കെ അങ്ങ് തരുന്നേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വായിച്ചോ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നോക്കണം, ദൈവം ആർക്ക് വേണ്ടിയാ ഒരുക്കിയിട്ടുള്ളത്? എല്ലാവർക്കും ഇല്ല, അത് മറക്കരുത്. ആർക്ക് വേണ്ടിയാ ഒരുക്കിയിരിക്കുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. സ്നേഹം എന്തെന്ന് നമ്മൾ അറിഞ്ഞത് ദൈവനിമിത്തമാണ്. നമ്മളെ ആദ്യം സ്നേഹിച്ച ദൈവം, അല്ലാതെ നമുക്ക് ആർക്കും ദൈവത്തെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം ഇങ്ങോട്ട് നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ആ ദൈവത്തെ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്? തോന്നലുകളല്ല. അതെന്താണെന്നുള്ള അടുത്ത വാക്യത്തിൽ നമുക്ക് മനസ്സിലാവും. മനുഷ്യബുദ്ധി കൊണ്ട് ഇത് തോന്നാത്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുന്നു. ബട്ട് ആസ് ഇറ്റ് ഈസ് റിട്ടൺ, ഐ ഹാസ് നോട്ട് ഈവൻ സീൻ nor ear heard nor have entered into the heart of man the things which God has prepared for those who love him. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. അടുത്ത വാക്യം മാറ്റിക്കളഞ്ഞോ? വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 2:10 മുതൽ 13 വരെ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിൽ മനുഷ്യാത്മാവ് അല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവത്തിലല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ദൈവം നൽകുന്നത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. താങ്ക് യു ബ്രദർ, മതി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ ആദ്യം വായിച്ചു, ആ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയം തോന്നിട്ടില്ല. അത് മനുഷ്യന്റെ ഇമാജിനേഷൻ ഒന്നും തോന്നാൻ പോലും പറ്റാത്തതാണ് ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ അടുത്ത വാക്യം പറയുന്നത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. സ്വർഗം എന്ന് പറയുന്നത് എന്താണെന്നും എവിടെയാണെന്നും എങ്ങനെയാണെന്നും എല്ലാം ദൈവവചനത്തിൽ കർത്താവിൽ കൂടെ. അതുകൊണ്ടല്ലയോ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വാക്യം എബ്രായലേഖനത്തിന്റെ ആദ്യത്തില്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർക്ക് സംസാരിച്ച ശേഷം അന്ത്യകാലത്ത് പുത്രനിൽ കൂടെ സകലവും വെളിപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് പുത്രനിൽ കൂടെ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ യേശുവിന്റെ വരവിന് ശേഷം ജീവിച്ചിരിക്കുന്ന കൃപായുഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുള്ളതായ ഈ കൃപായുഗത്തിലുള്ളവർക്കാണ് പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ ഏറ്റവും അറിവുള്ളത്. ലോകപ്രകാരമുള്ള അറിവും ദൈവവചനത്തെ കുറിച്ചുള്ള അറിവും ആർക്കാണുള്ളത്? പരിശുദ്ധാത്മാവുള്ളവർക്കാണ്. പഴയ നിയമകാലത്ത് ചില വ്യക്തികളുടെ മേൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരത്തുള്ളായിരുന്നു. ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം ഇന്നും ആഴമായിരിക്കുന്നത്. ഇന്ന് പുതിയ നിയമ വിശ്വാസികൾക്കെല്ലാം ദൈവം തരുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതായ വാഗ്ദത്വം, മുദ്ര, അവകാശം, അച്ചാരം. അതിനെ നമ്മൾ പ്രാപിക്കണം. അതുകൊണ്ട് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിച്ചു. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്നത് അറിയാനുള്ള ആത്മാവിനെ ഇന്ന് രാത്രി പാൽക്കാലം പ്രാപിക്കണം. അതില്ലാത്തവനൊന്നും ദൈവമക്കളല്ല. ദൈവിക പരിജ്ഞാനം പ്രാപിക്കണം. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിന്റെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത, ഈ സൃഷ്ടിയേക്കാൾ തികവും വലിപ്പമുള്ളതായ ഈ സൃഷ്ടി എന്ന് പറയുന്നത് നാം കാണുന്ന വലിയ യൂണിവേഴ്സ് ആണ്. ഈ യൂണിവേഴ്സിനേക്കാളും വലിയ, ഒരു മാറ്റവുമില്ലാത്ത, അക്ഷയമായ, എന്നേക്കും നിലനിൽക്കുന്ന ഒരു യൂണിവേഴ്സാണ് സ്വർഗം എന്ന് പറയുന്നത്.
അതിനെപ്പറ്റി നമ്മൾ എത്ര ചിന്തിച്ചാലും മനസ്സിലാകയില്ല. ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന എന്താണ് കറുത്ത നക്ഷത്രങ്ങളെ പോലെയല്ല, ഡാർക്ക് സ്റ്റാർസ് ഉണ്ട്. ഈ ഭൂമിയിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത നിത്യസ്വർഗം, അതിനെപ്പറ്റിയുള്ള പരിജ്ഞാനം നമുക്ക് തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും എല്ലായ്പ്പോഴും ഒരുങ്ങണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം അരുത്. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നാം ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. നാം എന്തായി തീരുമെന്ന് നമുക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ. അവനെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശനായി തീരുമെന്ന്